നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ഗോമതിയെയും മിത്ര അനുശ്രയും പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാൻ ഒരുങ്ങണ സമയത്ത് ഇന്ദിരാൻ പറഞ്ഞു, സാറേ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ മകളും ഇവരൊന്നും ദൈവത്തെ ഓർത്ത് ഇവരെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു. അത് പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകരുത് മാഡം. എന്റെ മകള് തെറ്റും ചെയ്യത്തില്ല. എനിക്ക് എന്റെ മകളെ അറിയാം. ഞാൻ അങ്ങനെ എന്റെ മകളെ വളർത്തിയത്. അല്ല, നിങ്ങൾക്കറിയാവോ ആ പെൺകുട്ടി ഇവിടെ അനുഭവിച്ച പീഡനങ്ങൾ എന്താന്ന്? ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചോണ്ടിരുന്ന് നിങ്ങൾക്ക് അറിയാവോന്ന് ചോദിച്ചു. ഒരു നിമിഷം ഇന്ദിരാമയൊന്നും മിണ്ടിയില്ല. അറിയത്തില്ലല്ലേ? അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇവരുടെ അമ്മയല്ലേ? ഇവർക്ക് നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്തു വേണ്ടായിരുന്നോ വളർത്തിക്കൊണ്ട് വരാനായിട്ട്? അതുകൊണ്ടല്ലേ വന്ന് കയറിയ പെണ്ണിനെ ഇവര് കൊല്ലാക്കൊല ചെയ്തേ? ഞങ്ങൾക്ക് എന്തായാലും പരാതി കിട്ടിക്കഴിഞ്ഞു. ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല. മിത്ര പറഞ്ഞു, മാഡം ഒരിക്കലും ശ്രീദേവി എടുത്ത് ഇങ്ങനെ പരാതി ഒന്നും തരത്തില്ല എന്ന് പറഞ്ഞു. ശ്രീദേവിച്ചിക്ക് പരാതി തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പരാതി എന്ന് ആരും ആയിക്കോട്ടെ, പക്ഷെ പരാതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമല്ലേ? കോമതി പറഞ്ഞു, ഇല്ല മാഡം, ഒരിക്കലും സത്യമല്ല. ഞാനങ്ങനെയും ചെയ്തിട്ടില്ല. മിണ്ടരുത് നിങ്ങള്. അപ്പോഴേക്കും ഇന്ദിരാമ്മ പറഞ്ഞു, മാഡം അങ്ങനെയൊന്നും പറയരുത്. എന്റെ മകള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളല്ലെങ്കിൽ എല്ലാരും ഒറ്റ കൈയല്ലേ? അതുകൊണ്ട് ഇങ്ങനെയല്ലേ പറയുള്ളൂ. സ്വന്തം മകൾക്ക് വേണ്ടിയല്ലേ ബാധിക്കുള്ളൂ. ഇവരെ പിടിച്ച് കയറ്റാൻ പറഞ്ഞു. അപ്പോഴേക്കും ഇന്ദിരാമ്മ വന്നിട്ടുള്ളൂ, ഞാൻ മാഡത്തിന്റെ കാല് പിടിക്കാം. എന്റെ മകളെ വിട്ടയക്കണം. ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. മകൾക്ക് നല്ല ഉപദേശമായിരുന്നു കൊടുക്കണ്ടേ. അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പൊ ഞങ്ങൾ വന്ന് ജീപ്പെ കയറ്റിക്കൊണ്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു. എന്റെ മകള് തെറ്റൊന്നും ചെയ്തിട്ടില്ല മാഡം. അതൊക്കെ ഇനി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ തെളിയിച്ചോളാം. ഇവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവര് കുറ്റവാളികളല്ലെങ്കിൽ ഇവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. വന്ന് വണ്ടിയിലേക്ക് കയറാൻ പറഞ്ഞ് അവരെ കൂടി പിടിച്ചോണ്ട് പോകുമ്പോഴത്തേനും ഇന്ദിരാമ്മ കൈകൂപ്പി ആ വണ്ടിയുടെ പിന്നാലെ ഓടി ചെല്ലുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും പോലീസ് വാഹനം അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് ആനന്ദിനെയും ബാലിനെയും കൂടെ SI പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അകത്തേക്ക് നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് പറഞ്ഞു, എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഞങ്ങൾ അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലോ. മര്യാദയ്ക്ക് ഞങ്ങളെ പറഞ്ഞു വിടാനൊക്കെ പറഞ്ഞു. അവിടെ അടങ്ങി നിക്കടാ, നിനക്ക് എന്താടാ പോവാനായിട്ട് എത്ര ധൃതിന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, എന്തിനാ കൊണ്ടുവന്നേക്കുന്ന പറയണം. എന്ത് പരാതിയുടെ അടിസ്ഥാനത്തിലാന്ന്? ഇനിയിപ്പോ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണോ കള്ളമാണോ എന്നൊക്കെ അറിയത്തില്ലാതെ ഇങ്ങനെ പിടിച്ചോണ്ട് വരേണ്ട കാര്യമുണ്ടോ? അത് മാത്രമല്ല, ഞങ്ങളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ പോരെ, എന്നിട്ട് പ്രതികളെ പോലെ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. നീയാണോടാ അത് തീരുമാനിക്കുന്നത് എന്ന് SI ചോദിച്ചു. പരാതി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ കൊണ്ടുവരണമെന്ന് ഞങ്ങളാ തീരുമാനിക്കുന്നത്, നീയല്ല. ഇതേ മാഡം, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്റെ അച്ഛനെയൊക്കെ നിരപരാധിയാ. എന്ത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നു പറയണം. കുറച്ച് ആൾക്കാരും കൂടെ വരാനുണ്ട്. അവരും കൂടെ വന്നു കഴിയുമ്പോൾ തീരുമാനിക്കാം. ബാലനും ആനന്ദിനൊന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, എന്തു തന്നെയാണെങ്കിലും ശരി, ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുവരേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. അടങ്ങി നിൽക്കടാ അവിടെ. ഇപ്പൊ നീ ഇങ്ങനെ ആ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് കാണിക്കുന്നെങ്കിൽ നീ വീട്ടിൽ എന്തായിരിക്കും? പാവം പിടിച്ച ഒരു പെണ്ണിനെ, എന്നിട്ട് അവൻ നിന്ന് മാന്യനാവുന്ന കണ്ടില്ലേ? മര്യാദയ്ക്കൊന്നോ അല്ല എന്റെ കൈയുടെ ചൂടറിയും. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ആനന്ദ നീ ഒന്നും മിണ്ടാതിരിക്കുക. നമ്മൾ കിടന്ന് ഒച്ചപ്പാട് വെച്ചാൽ അവരും ഒച്ചപ്പാട് വെക്കത്തില്ലേ? ഒന്ന് സമാധാനമായിട്ട് നിൽക്കുക. അച്ഛ, ഇവര് പറഞ്ഞു കേട്ടോ, അവരെന്തൊക്കെയോ പറയണു. നമ്മൾ എന്തേലും ചെയ്തിട്ടുണ്ടോ? പരാതി കൊടുക്കാൻ പാകത്തിന് നമ്മൾ അവരോട് എന്തേലും ചെയ്തിട്ടുണ്ടോ? അവര് നമ്മളോടല്ലേ ചെയ്തേ? എന്തൊക്കെ കള്ളത്തരം പറഞ്ഞു. ദേവിക്ക് വിദ്യാഭ്യാസം ഉണ്ട്, പിന്നെ അത് മാത്രമല്ല പല രീതിയിലുള്ള കള്ളത്തരങ്ങളെല്ലാം അവര് പറഞ്ഞില്ലേ കല്യാണം നടത്തിയത്. ഒടുവില് നമ്മൾ എന്ത് ചെയ്തേ? അതും പോരാഞ്ഞിട്ട് അവളുടെ അച്ഛനെ കടയിൽ നിന്ന് പണം മോഷ്ടിക്കുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ പരാതി കൊടുത്തോ? ഇല്ലല്ലോ. ഒടുവിൽ കൊണ്ടുവന്ന് പരാതിയും കൊടുത്തിട്ടിരിക്കുന്നു. വേണ്ട മോനെ, നീ സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും SI പറഞ്ഞു, മതി, അച്ഛനും മോനും തമ്മിലുള്ള നാടകം അങ്ങ് നിർത്തിയേക്ക്. ദേ, എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കെട്ടരുത് എന്ന് പറഞ്ഞു. നാടകത്തിൽ അഭിനയിക്കാൻ വന്നിരിക്കുവാണോ? അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിലുണ്ടല്ലോ. അതും പറഞ്ഞിട്ട് SI പേടിപ്പിച്ചു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഒന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പിന്നെ അവിടെ നിൽക്കുകയാണ്. പിന്നീട് SI അശ്വതി അങ്ങനെ ശ്രീകലയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അതെ, നിങ്ങൾ പരാതി തന്നതനുസരിച്ച് ഒരു കൂട്ടരെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. അടുത്ത ആൾക്കാരെ എത്തിക്കാനായിട്ട് CI മാഡം പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒത്തിരി നന്ദിയുണ്ട് മാഡം എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം, ദേ, നിങ്ങൾ ഇവിടം വരെ വരേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. അതിനെന്താ, ഞങ്ങൾ വരാലോ എന്ന് പറഞ്ഞു. നിങ്ങൾ മാത്രമല്ല പരാതിക്കാരിയും വരേണ്ടി വരും. അപ്പോഴേക്ക് ശ്രീകല ഒന്ന് ഞെട്ടി. പരാതിക്കാരിയോ? അതെ, ശ്രീദേവിയും കൂടെ വരേണ്ടി വരും. അയ്യോ മാഡം, അത് പിന്നെ അവൾക്ക് ഒട്ടും വയ്യ മാഡം. അവള് തളർന്ന് കിടപ്പാണ്. സ്വന്തമായിട്ട് ബാത്റൂമിൽ പോലും പോകാൻ പറ്റില്ല. ആരുടെയും സഹായം വേണം, കയ്യെ പിടിച്ചോണ്ട് വേണം പോവാനായിട്ട്. മാഡം, ആ ഒരവസ്ഥയിൽ എൻ്റെ മോളെയും കൊണ്ട് ഞാൻ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്? തകർത്ത് അഭിനയിക്കുകയാണ്.
അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരത്തി ഒന്ന് ആലോചിച്ചു. ആ സമയത്ത് ശ്രീകല പറഞ്ഞു, അതെ മാഡത്തിന് വേണ്ടതുപോലെ ഞാൻ കണ്ടോളാം. പുള്ളിക്കാരത്തി ഇത്തിരി കൈക്കുലിക്കാരിയാണ്. അപ്പോഴേക്കും ശ്രീകല ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരത്തി പറഞ്ഞു, ആ എങ്കിൽ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞു. ആ മാഡം പറയുന്നത് എന്തും തരാം, മാഡം ഒന്ന് ഇതാക്കണം. ആ ശരി, എങ്കിൽ നിങ്ങൾ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ശ്രീകല ഉദയഭാനുവിനോട് പറഞ്ഞു, ഉദയേട്ടാ മോളെയും കൊണ്ട് ചെല്ലണം എന്ന് അവർ പറഞ്ഞു. ഇടി ശ്രീകലേ, അതിന് മോൾ അവിടെ വരുമെന്ന് തോന്നുന്നുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ അവള് നമുക്കെതിരായിട്ടല്ലേ സംസാരിക്കുള്ളൂ. ദേവമംഗലംകാർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ എന്തും ഭൂകമ്പം ഉണ്ടാകുമോന്ന് എനിക്കറിയാലോ. ഉദയേട്ട അവൾ അറിയാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പോൾ ആ പോലീസുകാരിക്ക് കൊടുക്കാനുള്ള പൈസ നിങ്ങൾ എങ്ങനെയാലും സംഘടിപ്പിക്കണം. ആരെ കൊന്നിട്ടാണെങ്കിൽ ശരി, പറ്റിച്ചിട്ടാണ് ശരി, എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം. നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കണം. അത് ഞാൻ ഏറ്റു എന്ന് ഉദയഭാനു പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗോമതിയെയും മിത്രയും അനുവിനെയും കൂടെ അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുവാണ്. അങ്ങനെ കയറി വരാൻ പറഞ്ഞിട്ട് പോലീസുകാരും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിയെ അവിടെ നിൽക്കുവാണ്. ആ സമയം മിത്ര പറഞ്ഞു, ബാമ ഇല്ല ഞാൻ വരത്തില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ എന്തിനു പോലീസ് സ്റ്റേഷനിൽ കയറണം, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അമ്മ ഇങ്ങനെ വാശി പിടിച്ചാലോ, അമ്മ ഇങ്ങോട്ട് കയറി വാ. ഇല്ല ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. എന്നാലും അപ്പോഴേക്കും അനു പറഞ്ഞു, അമ്മ ഇങ്ങനെ സങ്കടപ്പെടല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിധത്തിൽ അകത്തേക്ക് അവർ കയറി വരുമ്പോഴാണ് ബാലനും ആനന്ദം അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഗോമതി ഞെട്ടിപ്പോയി. ബാലേട്ടാന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്നു. കാരണം ബാലിനെ ആനന്ദിനെ അവിടെ കൊണ്ടുവരുന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ആനന്ദൊക്കെ ഞെട്ടിപ്പോയി. ഇവരെ എന്തിനാ പിടിച്ചോണ്ട് വന്നേ? ആനന്ദി ചോദിച്ചു, ഇതേ എന്റെ അമ്മയും പെങ്ങളും ഒക്കെയാ, ഇവരെന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? ഇവര് തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാനല്ലേ ദേവിയുടെ ഭർത്താവ്. എന്നെ അറസ്റ്റ് ചെയ്തതിന് പകരം നിങ്ങൾ എന്തിനാ ഇവരെ കൂട്ടിക്കൊണ്ടു വന്നേ? തെറ്റുകാരൻ ഞാനല്ലേന്ന് ചോദിച്ചു. എസ് ഐ പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ആരാ തെറ്റ് ചെയ്ത ആരാ തെറ്റ് ചെയ്യാത്തെന്നൊക്കെ അതിന് എന്റെ പേരിലല്ലേ പരാതി, അതിന് ഇവരെ വിളിച്ചോണ്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അടങ്ങി നിക്കടാ അവിടെ, നിന്റെ പേര് മാത്രം പരാതി എന്ന് ആര് പറഞ്ഞു? ഇവരുടെ പേരിലും പരാതിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ടവരെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നേ മതിയാവുള്ളൂ, നീ അവിടെ അടങ്ങി നിന്നാ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആനന്ദിന് ദേഷ്യമായി. അനുവിന്റെ മുഖമൊക്കെ കണ്ടിഞ്ഞപ്പോൾ ആനന്ദ് പറഞ്ഞു, ദേ മാഡം ഇത് ശരിക്കും ടോർച്ചറിങ് ആണ്. ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെല്ലാവരും കൂടെ സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് ഇട്ടിരിക്കുന്നത്, അതിന് മാത്രം ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മര്യാദയ്ക്ക് ഞങ്ങളെ പറഞ്ഞു വിടാൻ നോക്ക്, സത്യം എന്താണെന്ന് അറിയത്തില്ലാതെ ഇങ്ങനെയൊന്നും പെരുമാറില്ലെന്നൊക്കെ പറഞ്ഞ് ആനന്ദ് ഭയങ്കര ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും അസൈ വന്നിട്ട് പറഞ്ഞു, എന്റെ കയ്യിൽ നിന്ന് നീ മേടിക്കും, അടങ്ങി ഒതുങ്ങി നിൽക്കട അവിടെ, അല്ലെങ്കിൽ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് മേടിച്ച് കെട്ട് നീ എന്ന് പറഞ്ഞു. ഗോമതി ഞെട്ടിപ്പോയി. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, അങ്ങനെ വെറുതെ ഇവിടെ തളച്ചിടാന്ന് വിചാരിക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് സംസാരിക്കാനും പറ്റും. അങ്ങനെ വെറുതെ കള്ളക്കേസ് കുടുക്കി ഇവിടെ കൊണ്ടുപോയിട്ടാലൊന്നും ഞങ്ങൾ അടങ്ങി നിൽക്കാൻ പോകുന്നില്ല. അപ്പോഴേക്കും ആനന്ദും ഗോമതിയും പറഞ്ഞു, അപ്പോഴേക്കും ബാലനും ഗോമതിയും പറഞ്ഞു, മോനെ ആനന്ദേ നീ ഒന്നും മിണ്ടാതിരിക്കുക. ഗോമതി പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് ഇതെല്ലാം കണ്ടിട്ട് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് അനുശ്രീ. അനുശ്രീയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി. ബാലൻ പെട്ടെന്ന് അനുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ നീ ഇങ്ങനെ വിഷമിച്ചാലോ, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. മിത്രയുടെ മോൻ കണ്ടുകഴിഞ്ഞപ്പോൾ മിത്രയോട് ചോദിച്ചു, നാളെ നീ ഒരു പോലീസുകാരി ആവണ്ടല്ലേ, എന്നിട്ടാണോ നീ ഇങ്ങനെ നിൽക്കുന്നേ? നീയെ ടെൻഷൻ അടിക്കാൻ നിൽക്കുക, നമ്മൾ ബോൾഡായിട്ട് വേണ്ട നിൽക്കാനായിട്ട്. അപ്പോഴേക്കും മിത്ര അനുവിനോട് പറഞ്ഞു, അനു നീ വിഷമിക്കൊന്നും വേണ്ട, നമ്മൾ തെറ്റ് ചെയ്യാത്തോളം കാലം നമ്മളെ ആർക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയം ബാലൻ പറഞ്ഞു, അതെ വരണ്ടവര് വരട്ടെ, അവരൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താന്ന് പറഞ്ഞു. പിന്നീട് ആനന്ദനോടായിട്ട് എസ് ഐ മാഡം പറഞ്ഞു, അവിടെ അടങ്ങി നിന്നോണം നീ, ഇനി എന്തായാലും പരാതിക്കാരും കൂടെ വരട്ടെ എന്നിട്ട് തീരുമാനിക്കാന്നൊക്കെ പറഞ്ഞു. വല്ലാത്ത വിഷമമുണ്ടായിരുന്നു ആനന്ദിനൊക്കെ. കാരണം തങ്ങളെ പിടിച്ചോണ്ട് വന്ന മാത്രമല്ല അമ്മയും അനുജത്തെയൊക്കെ കൊണ്ടുവന്നതിൽ ദേഷ്യവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എസ് ഐയും കൂട്ടരും കൂടെ അങ്ങനെ ആരിനെയും ആകാശിനെ പിടികൂടാൻ പോവാണ്. അങ്ങനെ ആരും ഡെലിവറി കൊടുത്തിട്ട് തിരികെ വരുന്ന വഴിയാണ് പോലീസ് ജീപ്പ് കിടക്കുന്നുണ്ട്. പെട്ടെന്ന് ആരും ബൈക്ക് നിർത്തി ഇറങ്ങി. എന്താ മാഡം, എൻ്റെ ഈ ലൈസൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ലൈസൻസ് എടുത്ത് കാണിച്ചു. ലൈസൻസിന് വേണ്ടിയിട്ടാന്ന് എന്നോട് ആരാ പറഞ്ഞേ? പിന്നെ എന്തിനാ മാഡം എൻ്റെ വഴി തടഞ്ഞു നിർത്തിയിരിക്കുന്നേ? എൻ്റെ ബൈക്ക് ആരുടെയും മേലെ മുട്ടിയോ? അങ്ങനെയൊന്നും മുട്ടിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു മുട്ടിയിട്ടാ നിന്നെ പിടി കൊടുക്കൊണ്ട് പോയാൽ ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നേന്ന്? അതിനൊന്നും അല്ലാന്ന് പറഞ്ഞു. മര്യാദയ്ക്കൊന്ന് വണ്ടിയിലേക്ക് കയറ. കാര്യം എന്താന്ന് പറയാതെ ഞാൻ വണ്ടിയിലേക്ക് കയറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഓ കാര്യം നിനക്ക് അറിയണമല്ലേ, എങ്കിലും ഞാൻ വണ്ടിയെ കയറുള്ളല്ലേ? എങ്കിൽ പറയാം. നിന്റെ വീട്ടിലെ നിന്റെ ചേട്ടന്റെ ഭാര്യ ഉണ്ടായിരുന്നല്ലോ ശ്രീദേവി, ആ പാവം പിടിച്ച പെണ്ണിനെ നിന്റെ ചേട്ടനും നീയും നിന്റെ വീട്ടുകാരെല്ലാരും കൂടെ ചേർന്നിട്ട് ഗാർഹിക പീഡനത്തിന് ഇരയാക്കി. എന്നിട്ട് ഒന്നും നിനക്കൊന്നും അറിയത്തില്ലല്ലേടാന്ന് ചോദിച്ചു. അന്തം വിട്ട് നിൽക്കുവാണ് ആരിന് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല കേട്ടത്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മള്
കാണാനായിട്ട് പോകുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.